ഹല്ലേലൂയ. നമ്മളെ ആമേൻ തേജസ്സോടെ നടത്തുമ്പോൾ ആമേൻ നമ്മൾ ഇതിനകത്ത് പ്രത്യേകിച്ചൊന്നും എന്ത് ചെയ്യാൻ ഈ ശബ്ദം കേട്ടവർ പറഞ്ഞാൽ ഇനി ഒരു ശബ്ദവും കേൾക്കണ്ടായി, ഞങ്ങൾ കണ്ടേ. We saw it. Praise God. അതാ ദൈവം. തന്റെ സാന്നിധ്യം കൊണ്ട് മനുഷ്യനെ തന്റേതാക്കി തീർക്കുന്ന ദൈവം. തന്റെ സാന്നിധ്യം കൊണ്ട് അവൻ ദൈവം അതുകൊണ്ടാ പറഞ്ഞ് 2 3 പേരുടെ നാമത്തിൽ എവിടെ കൂടിയാലും I am in their midst. ഞാൻ അവരുടെ മധ്യത്തില് നമുക്ക് അലക്ഷ്യമായിട്ടിരിക്കാൻ ഒക്കത്തില്ല. ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നവർ അലക്ഷ്യമായിട്ടിരിക്കാൻ ഒക്കത്തില്ല. ദൈവ സാന്നിധ്യം അനുഭവിക്കുക അലക്ഷ്യമായിട്ടിരിക്കുകയും ചെയ്താല് you will be inviting punishment. രാജാവിനോട് വിളിച്ചു വരുത്തില്ല, ഞാൻ മൂക്കിൽ വില വിട്ടുകൊണ്ടിരുന്നാലും പറ്റുമോ? ഒരു രാജാവ് ഇവിടുത്തെ ഒരു ഷേക്ക് വന്നിരിക്കുകയാണോ എന്നെ കാണാൻ വേണ്ടി, അല്ലെങ്കിൽ ഈ വീട് സന്ദർശിക്കാൻ വേണ്ടി, അല്ലെ ഈ ബിൽഡിംഗ് സന്ദർശിക്കാൻ, ഞാൻ ഇവിടെ കുത്തിയിരുന്ന അതൊക്കെ മൂക്കിലും വെല്ലിട്ട് തലയും ചൊറിഞ്ഞോണ്ടിരുന്നാൽ പറ്റുമോ? We have to be sane. We have to feel that presence. ഇതാ ഏറ്റവും കീ ആയിട്ടുള്ള ഒരു മനുഷ്യ ജീവിതത്തിന്റെ അനുഗ്രഹത്തിനുള്ള ഒരു കാരണം എന്താണ്? ഫീൽ ആൻഡ് അക്നോളജ് ഹിസ് പ്രസൻസ്. പ്രൈസ് ഗോഡ്. ഇപ്പൊ ഞാൻ അവിടെ ഡോർ തുറന്നു, സോളാം ബ്രദർ ഇങ്ങോട്ട് കയറി വരുന്നു. ഞാൻ പതുക്കെ തുറന്നിട്ട് ഞാൻ പതുക്കെ പുറകോട്ട് ഇങ്ങോട്ട് നടന്നു പോരാണ് പറ്റുമോ? ഹായ് ഹോ ആർ യു ബ്രദർ, എന്താണ് വിശേഷങ്ങളൊക്കെ? അല്ല ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്ന് അദ്ദേഹം ഇവിടെ ഞാൻ ചെന്നുണ്ടെങ്കിൽ അതും തോന്നില്ല. അദ്ദേഹം പതുക്കെ അങ്ങോട്ടും പതുക്കെ എന്ന് പറയും പറ്റുമോ? അക്നോളജ് ദി പ്രസൻസ് എന്ന് പറയുന്നത് പോലെ ദൈവ സാന്നിധ്യം വന്നു കഴിയുമ്പോൾ അവൻ എന്ത് ഉയരണം? വായിന്നൊരു പറഞ്ഞാട്ടെ, വായിന്നൊരു ഹല്ലേലൂയ ഉയരണം. പറ, വായിന്നൊരു സ്തുതി ഉയരണം. ബാക്കി ബിസിനസ് എല്ലാം ദൈവം സ്തോത്രം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറുണ്ട്. നമ്മുടെ സമയം എല്ലാം വലിച്ചു പോകുന്ന പലവിധ പ്രശ്നങ്ങളുടെ മധ്യത്തിലാണ് നമ്മളായിരിക്കുന്നത്. എങ്കിലും God's time is God's time. With God we have to spend quality time. എന്നാലും ദൈവത്തിന് നമ്മളോട് പറയാൻ because God loves to speak to individuals. Praise God. ദൈവം ഒരു ജനത്തോട് കൂട്ടമായിട്ട് സംസാരിക്കാൻ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ദൈവം ഡാമോ എന്നിട്ട് പിന്നെന്ത് പറഞ്ഞു? ഒരു വാക്കും എന്നോട് ഇനി പറയരുതേ എന്ന് പറഞ്ഞു. മനുഷ്യൻ നല്ല മനസ്സുകൊണ്ട് കർത്താവേ എന്നോട് പറയരുതെന്ന് കർത്താവ് അത് കേൾക്കും. Praise God. അതുണ്ടാവാതിരിക്കണമെങ്കിൽ ദൈവത്തിന്റെ സ്നേഹമയമായ സാന്നിധ്യത്തില് കടന്നു വന്ന അനുഗ്രഹം പ്രാപിക്കുക. ന്യൂ ടെസ്റ്റ്മെന്റ് ടൈം ദൈവം നമ്മളെ സ്നേഹിക്കുന്ന ദൈവമാണ്. അവൻ വരുമ്പോൾ അവൻ പറയാം, നിങ്ങൾ പറയുന്നതൊക്കെ നിങ്ങൾ എവിടെ കൂടിയാലും ഞാനവിടെ നടുവിലുണ്ട്. Praise God. നമ്മൾ വട്ടം കൂടിയിരിക്കുക നമ്മുടെ നടുക്ക് യേശുവുണ്ട്. അപ്പോൾ ഇങ്ങനെ ആമേൻ സ്വന്തം ഒരിടത്ത് പോയിരുന്നിട്ട് അങ്ങോട്ട് പോയി കാണേണ്ട ഒരു ദൈവമല്ല, എവിടെ ആയാലും അവിടേക്ക് വരുന്ന ഒരു ദൈവം. Praise God. ഹല്ലേലൂയ. ഇന്ത്യയുടെ ഒക്കെ സുവിശേഷം പറയുമ്പോഴത്തേക്ക് പലരും പറയാറുണ്ട് ഫോറിൻ ഗോഡ് ജീസസ് അല്ലേ. ഇൻഫാക്ട് ഈസ് ആൻ ഏഷ്യൻ. യേശു ജനിച്ചത് ഏഷ്യയല്ല. പിന്നെ ഏഷ്യയിൽ നിന്ന് പോയി ക്രിസ്ത്യാനിറ്റി എങ്ങോട്ട് പോയത്? അമേരിക്കയിലോട്ട് പോയി. ഇറ്റ്സ് നോട്ട് ആൻ അമേരിക്കൻ റിലിജിയൻ. ഇറ്റ്സ് നോട്ട് എ റിലിജിയൻ ഓഫ് യൂറോപ്പ്. ജീസസ് ഈസ് ആൻ ഏഷ്യൻ. ഏഷ്യ എന്നാവും പോയിരിക്കുന്നത്. Praise God. ഈസ് ആൻ ഏഷ്യൻ. ഓസ്ട്രേലിയക്കാർക്ക് പറയാൻ പറ്റില്ല സുതരം ഞങ്ങളുടെ മതം ഞങ്ങൾ അങ്ങോട്ട് ഇന്ത്യയിലോട്ട് ഇറക്കുമതി ചെയ്യുവാണ്. ഇറ്റ്സ് നോട്ട് എൻ ഇമ്പോർട്ട് കമ്മോഡിറ്റി. ക്രിസ്ത്യാനിറ്റി ഈസ് ബോൺ ഇൻ ഏഷ്യ, സ്പ്രെഡ് ഇൻ ഏഷ്യ, taught in Asia, preached in Asia, growing in Asia. Hallelujah. Amen. To come in Asia again. This will come to Asia again. It's very much in Asia. Amen. അവിടെ ഇന്ത്യക്കാർക്ക് പറയാൻ ഒക്കത്തില്ല, വേറെ ഇങ്ങോട്ട് ഇറക്കുമതി എന്ന് പറയാനായിട്ട് പറ്റുകയില്ല. We cannot say because that time India was from right from ഉടമ്പടിയായിരുന്നു. അഫ്ഗാനിസ്ഥാനും കടന്നു. Amen. We have no excuse. Jesus is an Asian. അതുകൊണ്ട് ഫോറിൻ മതം എന്ന് പറയാൻ ആർക്കും വകുപ്പില്ല. It is made in Asia, born in Asia, grown in Asia, preached in Asia, spread from Asia. Amen. കർത്താവെ അനുഗ്രഹിക്കുക. ഞാൻ സന്ദർഭത്തെ പറഞ്ഞെന്നുള്ളേ ഉള്ളൂ. ദൈവത്തിന്റെ ആ ഭൂമിയുടെ അറ്റത്തോളം ചെയ്യുന്ന തന്റെ കരങ്ങൾ പ്രവൃത്തികളൊന്നും അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞില്ല. Somebody if you told that it's a foreign religion, tell that it is very much Asian. Praise God. കർത്താവെ അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ ഇനി ആ ശബ്ദം കേട്ടവർ ഇനി ഒരു വചനം തങ്ങളോട് പറയരുതേ എന്ന് അപേക്ഷിച്ചു. മൃഗമെങ്കിലും പർവ്വതം തൊട്ടാൽ എന്നെ കല്ലെറിഞ്ഞു കൊള്ളണമെന്ന് കൽപ്പന അവർക്ക് സഹിച്ചുകൂടായിരുന്നു. That is the holiness of God. Amen. That is the holiness of God. His throne should be respected. His dwelling place should be respected. Hallelujah. The body is the temple of God. It should be respected.
ഞാൻ ചുമ്മാതെ ഒരു പെങ്കല്ലേ ഉള്ളേ അല്ലെ ഒരു സൈഡല്ലേ. ടെമ്പിൾ ഹാസ് ടു ബി പ്യൂർ. ആമേൻ. ഡിസൈൻ ആക്കാൻ വേണ്ടി ഒരുപാടൊന്നും വേണ്ട. നമ്മൾ സൂപ്പർ ബിരിയാണി ഉണ്ടാക്കി വെച്ചിട്ട് ടോയ്ലറ്റിൽ അധികം സാധനം ഒന്നും വേണ്ട ഇത് കഴിക്കാതിരിക്കാൻ വേണ്ടി. വേണോ? എന്റെ മൂലയ്ക്ക് അല്പം വന്നിരുന്നാൽ ഒരു ഈച്ച ഇങ്ങനെ അവിടെ പോയിട്ട് ഇവിടോട്ട് വന്നേച്ചാൽ മതിയല്ലോ. ഇതൊന്നും വരും. ടെമ്പിൾ ഓഫ് ഗോഡാണ് നമ്മുടെ ബോഡി. വളരെ നമ്മൾ ഓർത്തോണം. ഇതെപ്പോഴും നമ്മൾ സൂക്ഷിച്ചു. അപ്പോൾ ഇപ്പൊ ഇതേ ദൈവം വി ആർ ഗോയിങ് ടു അബ്രാമിക് കവനന്റ്. അതിലേക്കാണ് പോകുന്നത്. ഇന്നത്തെ എന്റെ ടോപ്പിക് അതായിരുന്നു. ഞാനൊരു ആമുഖമായിട്ട് അതിനെ പറയുന്നതേ ഉള്ളൂ. ജെനസിസ് 15 നമ്മൾ കാണുന്നത്. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിൽ കാണുന്നു. അതിനു മുമ്പ് ലോത്ത് പ്രശ്നം ഉണ്ടാക്കി. അബ്രഹാം തല്ലി ഓടിച്ചു. അബ്രഹാം ജയിച്ചു. മെൽക്കിസദേക്ക് വെളിപ്പെട്ടു. ഒരു മെൽക്കിസദേക്ക് വെളിപ്പെടാതെ എന്തില്ല? ദൈവമക്കൾക്ക് ജയമില്ല. ഒരു മെൽക്കിസദേക്ക് വെളിപ്പെടാതെ അനുഗ്രഹമില്ല. ഒരു ദൈവിക ആരാധന വെളിപ്പെടുന്നത് ഏറെ അനുഗ്രഹമുണ്ട്. That's the theme today. Praise God. ഒരു ആരാധന വെളിപ്പെടുന്നത് ഹൃദയത്തിൽ ചില തീരുമാനങ്ങളുണ്ട്. വ്യക്തിപരമായിട്ട് കർത്താവിനോട് നമ്മൾ പറയുന്ന ചില തീരുമാനം. കർത്താവ് ഞാൻ താമസിച്ചു എന്നോട് ക്ഷമിക്കണേ. കർത്താവ് ഞാനിന്ന് കുറച്ച് ഇതായി എന്നോട് ക്ഷമിക്കണേ. കർത്താവ് നിനക്ക് വേണ്ടി അയാൾക്ക് ചിലപ്പോൾ ഓടാൻ എന്നെ സഹായിക്കണേ. നമ്മളതിനെ പ്രാർത്ഥിക്കുക. തീരുമാനങ്ങൾ ആരാധനയോട് എന്തുകൊണ്ട് തീരുമാനങ്ങൾ. കുരങ്ങ് കപ്പ നാട്ടുള്ള തീരുമാനങ്ങളല്ല. എന്ത് തീരുമാനങ്ങളാണ്? കാര്യമായ ഉറച്ച തീരുമാനം. കൊച്ചു കൊച്ചു തീരുമാനങ്ങൾ എടുക്കുകയും കർത്താവിനോട് അത് പാലിക്കുകയും ചെയ്തതിനും വലിയ വലിയ തീരുമാനങ്ങൾ എടുത്ത് കർത്താവിനോട് നിൽക്കാനായിട്ട് നമുക്ക് പറ്റും. ഇന്നലെ ഞാൻ അമേരിക്കൻ മിഷണറി ഒക്കെ ഉണ്ട്. ക്യാമ്പ്. എനിക്ക് ക്യാമ്പ് മീറ്റിംഗ് നിന്നേ പിന്നെ എനിക്ക് ഇരിക്കപ്പെടുകയില്ല. പഞ്ചാബിലൂടെ പോയി നമ്മുടെ ഇൻവൈറ്റഡ് ബി വരണമെന്ന് പറഞ്ഞു. ട്രാൻസ്ലേറ്റേഴ്സ് ഒക്കെ എല്ലാം ഉണ്ടായിരുന്നു. പ്ലസന്റ് ടൈം പറഞ്ഞു. കുറച്ച് നമ്മൾ ഇൻവോൾവ് ആക്കി. ഞാൻ പറഞ്ഞു വന്നത് ഞാൻ ചോദിച്ചു, why are you? God has called you for this? No. I am trying to do what I can do for God. ഒന്നാമത്തെ സിവിൽ എഞ്ചിനീയർ ആയിരുന്നു. പ്രൊജക്ട് മാനേജർ. അദ്ദേഹം റിസൈൻ ചെയ്ത് പോയിരിക്കുക. അവർക്ക് ഈ ലോങ് ലീവ് ഒക്കെ വേണേൽ ഇഷ്ടം പോലെ എടുക്കുക. അവർ നേരെ റിസൈൻ ചെയ്തിട്ട് അങ്ങ് പോയി. 2 years I am trying to do what I can do for God. ഓട് നോട്ടം കണ്ടു കഴിഞ്ഞാൽ പ്രൊഫഷണൽ മിഷണറിയെക്കാട്ടിലും സ്ട്രോങ് ആയിട്ട് ഓടിക്കും. See how God enlightens people. I am trying to do what I can. നമ്മളെല്ലാം എന്ത് ചെയ്യും? നമ്മളുടെ പമ്മി എവിടെയെങ്കിലും കോൾ 90 വയസ്സ് കോൾ ജാറാകുമ്പോഴത്തേക്ക് കോൾ വന്നെന്ന് പറഞ്ഞൊരു ഒറ്റ ഓട്ടോ അല്ലേ? ആരെവിടെ ഇവിടെ സ്ഥാനം? But you are telling that I am trying to do what a little bit I can do for God. കണ്ണ് നിറഞ്ഞു കേട്ടപ്പോഴത്തേക്ക് because he is going very boldly to camp. ചില ക്യാമറയ്ക്ക് ചിലപ്പോൾ ഓടിക്കുന്നു പറഞ്ഞു. നമുക്ക് അത്യാവശ്യം വെള്ളയാണ്. ഞാൻ പറഞ്ഞു എനിക്ക് ജുബയൊക്കെ തരാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. So that you look like എന്റെ വെള്ളം എത്രയും കാണുന്നത് ഞാൻ ജുബയൊക്കെ തരും. ജീവിതം കേട്ട് ഒരു കോലാപ്പുരിയൊക്കെ തന്നെ ഇങ്ങോട്ട് പോയിട്ടാണ് ലുക്ക് ലൈക്ക്. ഞാൻ ചിലപ്പോൾ ഇംഗ്ലീഷ് ക്ലാസ് ഒക്കെ തുടങ്ങാം. ഫ്രീ ക്ലാസ് ഒക്കെ എല്ലാവരും കൂടി വരട്ടെ. ഞാൻ പറഞ്ഞു വന്നത് the way people dedicate themselves, small decisions. ഇപ്പൊ കഴിഞ്ഞപ്പോഴത്തേക്ക് അതൊരു മിഷണറി ഗ്രൂപ്പ് ഒക്കെ അതിന് കൂടെ വന്ന് ചേർന്ന് വീട് എടുത്ത് കൊടുക്കുകയൊക്കെ ചെയ്തു. ഞാൻ പറഞ്ഞു വന്നത് we will try to do whatever little bit we can do for God. കുഞ്ഞുങ്ങളൊക്കെ സ്കൂളിൽ വിടാൻ പോകുമ്പോഴത്തേക്ക് ഒരു പെർഫെക്റ്റ് കുക്കും ഒരു 5-star ഷെഫും ആയതുകൊണ്ടല്ലോ അമ്മ കുക്ക് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ്? It is a need. It is a responsibility. It is a decision that എന്റെ കുഞ്ഞു വളരെ ഞങ്ങൾ കുഞ്ഞുങ്ങൾ ഇത്രയും ആക്കില്ല. നമ്മളൊക്കെ കുഞ്ഞുങ്ങളെ വളർത്തുന്നത് അവരുടെ വരും. നമ്മുടെ ഒരു കാരണം കൊണ്ട് ഒരു പട്ടിണി കിടന്നു. ചിലപ്പോൾ ഉണ്ടാക്കി വെച്ചിട്ട് അവർ വേണ്ട അതൊക്കെ പറഞ്ഞാണ് അവർ വേണേ കിടന്നു. കുഴപ്പമില്ല. That's up to them. But tell, praise God, കർത്താവ് തന്ന വിധൻ വാട്ട് ആർ മീൻസ് അവൈലബിൾ. എന്ത് ചെയ്തിട്ടുണ്ട്? അങ്ങനെയെങ്കിൽ നമ്മുടെ മണവാളന് വേണ്ടി അവരുടെ ആഗ്രഹവും ഗ്രേറ്റ് കമ്മീഷനും അങ്ങനെ ആയിരിക്കെ why we are slipping away. അതുകൊണ്ട് ആരാധനയെങ്കിലും എന്ത് ചെയ്യണം? പറ തീരുമാനം. ദൈവം നമ്മുടെ മനസ്സ് നിർത്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? തീരുമാനം. കൊച്ചു തീരുമാനം. പണ്ട് ഞാൻ എടുത്തൊരു തീരുമാനം, കർത്താവേ ആദ്യത്തെ പാട്ട് പാടുമ്പോൾ ഞാൻ മുട്ടയിട്ടിരിക്കാം. Praise God. Hallelujah. മുഴുവൻ സമയം ഇരിക്കാനൊന്നും പറ്റിയില്ല. കാലം തോന്നുന്നവരെ എല്ലാ ദിവസവും ഭയങ്കരമായിട്ട് മുട്ട ഇരിക്കാൻ പറ്റണമെന്ന് പറ്റുമ്പോഴൊക്കെ ഇരിക്കുമായിരുന്നു. ഒരു 1, 2, 3 പാട്ട് വരെ ഇരിക്കുമായിരുന്നു. Praise God.
കൊച്ചു കൊച്ചു തീരുമാനങ്ങൾ എടുത്ത് കർത്താവിൽ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ വലിയ കാര്യം കൊണ്ട് അനുഗ്രഹിക്കാൻ. നമ്മുടെ കൊച്ചു മനസ്സിൽ കൊച്ചു തീരുമാനങ്ങൾ ദൈവത്തിന് വേണ്ടി എടുക്കുമ്പോൾ വലിയ തന്റെ മനസ്സുകൊണ്ട് വലിയ തന്റെ കാര്യം കൊണ്ട് ദൈവം നമ്മളെ അനുഗ്രഹിക്കാൻ. അനുഗ്രഹങ്ങൾക്ക് കാരണം ടുഡേ you let us understand today that the reason for blessings are decisions. Praise God. അബ്രഹാം വെട്ടിപ്പൊള്ളുന്നു, ഞാൻ കൂടുതൽ അങ്ങോട്ട് പോകുന്നില്ല. അബ്രഹാം വെട്ടിപ്പൊള്ളുന്നു എന്ത് ചെയ്തു? യാഗം അർപ്പിക്കാനിട ഒരു വലുത് ഒരു ചെറുത്, ദേശത്തിന് വേണ്ടി, തനിക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അങ്ങോട്ട് ഉണ്ടാക്കി വെച്ചു. കുഞ്ഞുണ്ടായിരുന്നോ? ഇല്ല. കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ളത് എന്തോ? കുറുപ്രാവ്. അങ്ങേറ്റത്ത് അടുത്ത തലമുറക്ക് വേണ്ടിയുള്ളത് എന്താണ്? കുറുപ്രാവ്. ഇങ്ങേറ്റം പോലെ ദേശത്തിന് വേണ്ടി പ്രഭുവായിട്ടിരിക്കുന്നവൻ അങ്ങനെ ഓരോന്ന് പശു, ഒരു കാള, ആട്, എന്ത് ചെയ്യുന്നു? പ്രാവ് ഇങ്ങോട്ട് നേരത്തെ ഇങ്ങോട്ട് വെക്കുവാനുണ്ട്. തനിക്ക് പക്ഷേ ഈ കുഞ്ഞുങ്ങളില്ലാത്തതുകൊണ്ട് ഇതിനെ വളർക്കേണ്ട ആവശ്യമില്ല, വെട്ടി കിട്ടിയില്ല. എനിക്ക് ഞാൻ ഇതിനെ വെട്ടാൻ പോകുന്നത് ദൈവത്തിനുണ്ടാ ഭയങ്കര ഡീപ്പായിട്ട് ദൈവത്തിന് മനപ്രയാസം ഉണ്ടായിരുന്ന കാര്യം. സ്തോത്രം. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും അവൻ കുഞ്ഞുങ്ങളെ അഫക്ട് ചെയ്യാൻ സാധ്യതയുള്ളതുകൊണ്ട് നമ്മൾ വളരെ ബലത്തോടെയും വളരെ ഡെലിജന്റ് ആയിട്ട് ശ്രമിക്കേണ്ടത് വളരെ ആവശ്യമാണ്. Praise God. Hallelujah. Tell you, I am called to watch generations. Praise God. കുഞ്ഞു കുട്ടികൾ മുതൽ സ്വന്തം കളവന്മാർ വരെ വരാനും കേൾക്കാനിടയിൽ ചെയ്യാറുണ്ട്. Not as a pastor, but by the ministry that God has given me. Amen. ഇപ്പോഴത്തെ ഏറ്റവും വലിയ ബേർഡൻ ദൈവം തന്നിരിക്കുന്നത് നെക്സ്റ്റ് ജനറേഷൻ. അടുത്തൊരു ജനറേഷൻ നന്നായിട്ട് കർത്താവിന് നിൽക്കാനായിട്ട് കർത്താവ് സഹായിച്ചാൽ ആമേൻ, they will be multiplying generation. ആമേൻ. എന്നിപ്പോ ഏറ്റവും കൂടുതൽ ടെക്നോളജിക്കൽ എക്സ്പാൻഷനും ഏറ്റവും കൂടുതൽ ഗാഡ്ജറ്റ്സും ഏറ്റവും കൂടുതൽ ടൈം പുള്ള് ചെയ്യുന്ന വിഷയങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുക. there will be a technological implosion. ഇത് വന്നു കഴിഞ്ഞിട്ട് എല്ലാ അവസാനം പണ്ട് ദിവസം പറഞ്ഞ പോലെ മൂന്നാം ലോകമഹായുദ്ധത്തിൽ എന്തോ വെപ്പൺസ് ഉപയോഗിക്കുമെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. We don't know what exactly weapons will be used in the third world war. But definitely I know if there is a fourth world war, what will be the weapon? അറിയാവോ? ഇന്ത്യൻ കൈ കൊടുത്തുകൊണ്ട് കല്ല് കൊടുത്തുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എറിയാൻ പോകും. ചിലപ്പോ കഷ്ടിച്ച് മരം വല്ലതും ഉണ്ടെങ്കിൽ തടിയും കൊണ്ട് നിൽക്കുന്നു. അത് അവർ പറഞ്ഞത് they will be naked. I know the weapon. One weapon will be a stone, and if there any tree is available, there can be a log. ഇത്രയേ ഉള്ളൂ കേസ്. നാലാം ലോകമായിട്ട്. Praise God. ഇത് ഒഴിവാക്കണമെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ കർത്താവിൽ വളർത്തേണ്ടിയിരിക്കുന്നു. അപ്പോൾ പറഞ്ഞു വന്ന ഈ കവനന്റ് അതിന്റെ വിധിപ്രകാരം ആരാ മറ്റേ അബ്രഹാമിനെ പഠിപ്പിച്ചത്? വെട്ടിക്കൊണ്ടുവന്ന് വെട്ടി പൊളക്കണം ആരാ പഠിപ്പിച്ചത്? Praise God. ഹല്ലേലൂയ. അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതൻ ആരായിരുന്നു? മൽക്കിസദേക്ക്. സാലേം രാജാവ്. He was the king of Jerusalem. Praise God. അവന്റെ പേര് സാലേം രാജാവ്. എവിടുന്ന് വന്നവൻ? അവന്റെ ഒരു നഗരപിതാവായിരുന്നു. He was a ruler as well as a priest. Praise God. നമ്മൾ നമ്മുടെ ഭവനത്തിന്റെ റൂളേഴ്സും ദേശത്തിന്റെ സ്വതന്ത്ര റൂളേഴ്സും പിന്നതായിരിക്കും പ്രീസ്റ്റുമായിരിക്കും. സ്തോത്രം. He was the സാലേം രാജാവ്. ജെറുസലേമിന്റെ രാജാവായിരുന്ന ആര്? മെൽക്കിസദേക്ക്. അവൻ തനിക്ക് അപ്പവും മീഞ്ഞും കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ ചോദിച്ചത് വെറുതെ വീട്ടുണ്ടാക്കിയാന്ന് ചോദിച്ചു. അപ്പൊ എന്ത് പറഞ്ഞു കാണും? നോ യാഗം ചെയ്തിട്ട് ദൈവത്തിന്റെ വചനം പറയുന്നു, യാഗം കഴിച്ച് നിയമം ചെയ്ത യാഗം കഴിച്ചാൽ മാത്രം എന്ത് ചെയ്യണം? ദൈവത്തോട് ദൈവം നമ്മളെ അനുഗ്രഹിക്കും. കൊച്ചു കാര്യങ്ങൾ നമുക്ക് പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ഡിസൈഡ് ചെയ്ത് എന്ത് ചെയ്യും? കർത്താവ് ചെയ്യുമ്പോഴത്തേക്ക് ദൈവം നമ്മളെ അനുഗ്രഹിക്കാൻ. സ്തോത്രം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വഴിഞ്ഞൊഴുകുന്ന പോലെ ഭയങ്കര ഫ്രീ ടൈം ഉള്ളതുകൊണ്ട് നമ്മൾ കർത്താവിനിരിക്കുന്നത് ദിവസം 4 പാട്ടേലും കേൾക്കണമെന്നുള്ളത് ദിവസം തീരുമാനമായിട്ട് നമ്മളും കേൾക്കുക. കുറഞ്ഞ പക്ഷം ഒരു ദിവസം ഫോണിൽ വിളിക്കുന്ന 10-30 പേരിൽ 3-4 പേരുടെ സിസ്റ്റം പറയണമെന്നുള്ളത് ഒരു ഡിസിഷൻ ആയതുകൊണ്ടാണ്. സ്തോത്രം. ഒരിക്കലും വളരെ റിസ്ക് ആയിട്ടുള്ള ഒരവസ്ഥ വന്നു. ഇവിടുത്തെ മുഴുവൻ വിജാതീയരായിരുന്നു. ഞാൻ ആകെ സങ്കടപ്പെട്ടു. ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്ക് പതുക്കെ ഒരു സഹോദരൻ വിളിച്ചു കാര്യമായിട്ട്. അദ്ദേഹത്തോട് പറഞ്ഞു എന്നോട് സ്ത്രീകളൊക്കെ പറയുന്നു, ഞാൻ ഇതെല്ലാം അറിയുന്നില്ലയോ? ഞാൻ പറയും ഇതേ എനിക്ക് പറയാമെന്ന് നേരത്തെ ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ വന്നവരെല്ലാം പ്രാർത്ഥനക്കാരും വിജാതീയർ തന്നെയായിരുന്നു. ബട്ട് ഐ ഹാഡ് ടു ടെൽ ദം
അപ്പൊ അത് കഴിഞ്ഞപ്പോൾ വേറെ നമ്മൾ ചോദിച്ചു എന്താ ഇത്രയും നേരം എൻഗേജ് ആയിരുന്നേ? ഞാൻ പറഞ്ഞു ടോക്കിംഗ് വൺ ഓഫ് അവർ ബ്രദേഴ്സ്. ഇത്രയും നേരമോ? ബ്രദർ ടോക്ക്. അതെന്താ നിങ്ങൾ ചർച്ചിൽ ഇത്രയും കൂടുതൽ പറയുന്നത്? ഞങ്ങൾ ചർച്ചിൽ പറയുന്ന ഹോളിനെസിനെ കുറിച്ച്, ഗ്രോയിങ് ഇൻ ക്രൈസ്റ്റ്, സ്വർഗത്തിൽ പോകുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ. അത് ചർച്ചയിൽ പറഞ്ഞാൽ പോരെ ഇങ്ങനെ ഞാൻ പറഞ്ഞ ഓരോരോ പ്രശ്നങ്ങൾ വീഴുമ്പോൾ ഞങ്ങൾ കാണിച്ചു കൊടുക്കുന്നത് ഇങ്ങനെയൊക്കെയാണ്. കേൾക്കണോ? അപ്പൊ ഒരു ദിവസം വരാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു വന്നത് എന്റെ വ്യക്തിപരമായി ഞാൻ കുറച്ച് കാര്യം പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. യു ക്യാൻ ടേക്ക് ഗ്രേറ്റ് ഡിസിഷൻസ് ആൻഡ് ബി ഗ്രേറ്റ് മെൻ ഓഫ് ഗോഡ്. ഹല്ലേലൂയ. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പറഞ്ഞു വന്നത് അപ്പോൾ ഒരു മിനിറ്റ്. നീ 3 വയസ്സുള്ള ഒരു പശുക്കിടാവ്, 3 വയസ്സുള്ള കോലാട്, 3 വയസ്സുള്ള ആട്ടുകൊറ്റൻ, ഒരു കുറുപ്രാവിനെയും. അപ്പൊ കോലാട്, ആട്ടുകൊറ്റൻ, കുറുപ്രാവ്. സ്തോത്രം. അമ്മേ, കോലാട് എന്നൊക്കെ പറഞ്ഞാൽ എന്തുവാ? ചെമ്മരിയാടാണ് പൊതു നിയമത്തിലെ കർത്താവിന്റെ ആട്ടിൻകുട്ടി. കോലാട് എന്തുവാ? പാല് മാത്രം കൊടുക്കുക. ഇതിനകത്തുനിന്ന് എന്ത് രോമമൊന്നും കിട്ടത്തില്ല. ദൈവം പറഞ്ഞതിനെല്ലാം ഞാൻ നോക്കുന്ന പരിപാടിയാ എന്റെ. ഐ നീഡ് ഓൾ ദോസ് സോ ദാറ്റ് ഐ വിൽ ഫൈറ്റ് them up for the glory and expansion of my name. ആമേൻ. അപ്പൊ എന്താ ചെയ്തു? എന്തൊക്കെ കൊടുക്കാനാ പറഞ്ഞേ? 3 വയസ്സുള്ള ഒരു പശുക്കിടാവ്, 3 വയസ്സുള്ള ഒരു കോലാട്, 3 വയസ്സുള്ള ഒരു ആട്ടുകൊറ്റൻ, ഒരു കുറുപ്രാവിനെയും ഒരു പ്രാവിനെയും. ഉണ്ടോ? ഒരു കുറുപ്രാവ്, പ്രാവ്. അപ്പൊ 2 സംഗതി അദ്ദേഹം പൊളന്നില്ല. എന്തായിരുന്നു? കുറുപ്രാവ് പറ. കുറുപ്രാവ് പക്ഷികളെ പൊളന്നില്ല. ഒരു കുറുപ്രാവിനെയും കുഞ്ഞു പ്രാവിനെയും എന്ത് ചെയ്തില്ല? ഒരു ജനറേഷൻ ആൻഡ് ഹിസ് ഫാമിലി ഹിറ്റ് നോട്ട് വരുന്നത്. ദേശത്തിന് വേണ്ടി ചെയ്തു, ഇവരെന്ത് ചെയ്തു? അവരുടെ കിങ്ങിന് വേണ്ടി ചെയ്തു, തനിക്ക് വേണ്ടി ചെയ്തു. പക്ഷെ ആർക്കും വേണ്ടി ചെയ്തില്ല. പിള്ളേർക്കും വേണ്ടി ചെയ്തില്ല. അപ്പൊ ഇനി സൂര്യൻ അസ്തമിക്കുമ്പോൾ അബ്രഹാമിനൊരു ഗാഠനിദ്ര, ഭീതിയും അന്ധതമസും അവന്റെ മേൽ വീണു. ആരാധനകളിലൊക്കെ ഉറങ്ങി കഴിഞ്ഞാൽ കണ്ടില്ലേ? കണ്ടുണ്ടോ ചിലരൊക്കെ? നിങ്ങൾക്കറിയത്തില്ല, എഴുതിരുന്നോണ്ട് എനിക്കറിയാം. എന്തുവാ ആരാധനകളിലൊക്കെ ഉറങ്ങി കഴിഞ്ഞാൽ കേൾക്കുമ്പോഴത്തേക്കുണ്ടല്ലോ ഒരു വെപ്രാളോ ഒരു ബഹളവും ഭീതിയും കണ്ടില്ലയോ? വായിച്ചോട്ടെ. സൂര്യൻ അസ്തമിക്കുമ്പോൾ ഗാഠനിദ്ര വന്നു, റാഞ്ചൻ പക്ഷി ഇറങ്ങി വന്നു. എന്തുകൊണ്ട് റാഞ്ചൻ പക്ഷി ഇറങ്ങി വന്നു? റാഞ്ചൻ പക്ഷി ഇറങ്ങി വന്നത് പശുക്കിടാവിനെ കൂട്ടുപിടിക്കാനാണോ? ആടിനെ കൂട്ടുപിടിക്കാനാണോ? പക്ഷി ഇതോട് ജാഹം എടുക്കണം ഇങ്ങനെ. ഇത് കണ്ടാൽ തന്നെ പക്ഷിയാന്ന് തോന്നുന്നു. അപ്പൊ അതിനെ പറ്റി പിടിക്കാൻ വന്നിരിക്കുക. നമ്മളെ മര്യാദയ്ക്കൊന്ന് പിളന്ന് വെച്ചില്ലെങ്കിൽ ബാക്കി വരുന്നത് എന്ത് ചെയ്യും? നമ്മളെ പിടിച്ച് ചൂണ്ടിക്കൊണ്ട് പോകാൻ വരും. നേരെ വെട്ടിപ്പളന്ന് വെച്ചേക്കാൻ കഴിയുമോ? ഞാൻ വിശ്വാസിയാണ്, കണ്ടാലേ തോന്നണം. അത് സമയം ആരാധന നമ്മൾ കട്ട് ഓഫ് ചെയ്ത് നമ്മൾ പോകണം എവിടെയാണെങ്കിലും. അപ്പൊ എന്താ പറയും? ഒരു സ്പിരിച്വൽ മീറ്റിംഗ്. ഞാൻ പറയും ബൈബിൾ ക്ലാസ് ഐ എം ലീവിംഗ്. കുറച്ച് സമയം കൂടെ കുറച്ച് സമയമൊന്നും ഇല്ല. ഞാൻ പറയും ഇനിയിപ്പോ 9 കഴിഞ്ഞോടെ നോക്കാം. ആമേൻ. ഹല്ലേലൂയ. സോ അപ്പൊ കുറുപ്രാവിനെ ഇതിനെ കൊണ്ട് ഇത് ചെയ്ത് കഴിഞ്ഞു. കുറുപ്രാവിനെ പിളരാഞ്ഞോണ്ട് എന്ത് ചെയ്തു? ബട്ട് ഐഡന്റിഫൈഡ് ദം. അങ്ങോട്ട് കയറി വരാണ്ട് why my babies, why my children, why my compared sitting like that. Come. റാഞ്ചൻ പക്ഷി എവിടെ വന്നു? അത് അതിനെ മാത്രമല്ല ഞൊണ്ടാൻ വന്നത്. ഇറ്റ് ബിക്കം എ ബിഗ് ഡിഫൈലിംഗ്. എന്ത് ചെയ്തു? ആ യാഗത്തെ മുഴുവൻ അലക്ഷ്യമാകുന്ന അവസ്ഥയായിട്ട് കുറുപ്രാവിനെ റാഞ്ചൻ പക്ഷിയെ നോക്കാൻ വന്ന പ്രാവിൻ കുഞ്ഞിനെ നോക്കാൻ വന്ന റാഞ്ചൻ പക്ഷി എന്ത് ചെയ്തു? ആരെ ഞോണ്ടി കാണും? ഒറ്റ നമ്മൾ കോലാഹലമാക്കണം. ആരെയൊക്കെയാ വെട്ടിപ്പൊളന്ന് വെച്ചിരിക്കുക ചോര കണക്കിന്. ഗാഠനിദ്ര യാഗസമയത്ത് വന്നാലുള്ള പ്രശ്നം. അതൊക്കെയാണ് അടുത്തത്. അപ്പൊ സൂര്യൻ അസ്തമിക്കുമ്പോൾ അബ്രഹാം സന്തോഷത്തോടെ പ്രത്യാശയോടെ കാത്തിരിക്കേണ്ട സമയമായിരുന്നു. പക്ഷെ അണ്ണായി എന്തോ ചെയ്തു? നമ്മളിതൊക്കെ വായിച്ച് നന്നായിട്ട് ധ്യാനിക്കണം. നമ്മൾ 1 by 1 ആയിട്ട് എന്തൊന്ന് വിഷ്വലൈസ് ചെയ്യാനായിട്ട് നോക്കണം. എന്നാലും നമ്മൾ പതുക്കെ പറയും കർത്താവേ ക്ഷമിക്കണം, ഞങ്ങളുടെ പിതാക്കന്മാരോട് ക്ഷമിക്കണം, ഞങ്ങളുടെ പിതാക്കന്മാരോട് ക്ഷമിക്കണം കർത്താവേ, ഇതുവരെയുള്ള മനസ്സോദരത്തിൽ ഞങ്ങളുടെ ജീവിതത്തിൽ വരാതെ എന്ന് പ്രാർത്ഥിക്കും. അപ്പോൾ ഉടലുകളിന്മേൽ കണ്ടോ? എവിടെ? പക്ഷിയുടെ മുകളിലല്ലോ വന്നത്. എവിടെ വന്നത്? ഉടലുകളിന്മേൽ. അവൻ ഉടൽ പിളർന്ന് നേരെ വെച്ചതിന് മുകളിലോട്ടാണ് വന്നത്. അടുത്ത ബാക്കി. ഉടലുകളിന്മേൽ റാഞ്ചൻ പക്ഷികൾ ഇറങ്ങി വന്നപ്പോൾ അബ്രഹാം അവയെ ആട്ടിക്കളഞ്ഞു. സൂര്യൻ അസ്തമിക്കുമ്പോൾ അബ്രഹാമിൽ ഒരു ഗാഠനിദ്ര വന്നു. ഭീതിയും അന്ധതമസും അവന്റെ മേൽ വീണു. സത്യത്തിൽ റാഞ്ചൻ പക്ഷി വന്നപ്പോഴത്തേക്ക് അബ്രഹാം എങ്ങനെ ആയിരിക്കും? He should be doubly vigilant. ആണോ? നെല്ല് ഉണക്കാൻ വേണ്ടി ഇട്ടിരിക്കുന്നു. ഒരു കാക്ക വന്നു പറയുമ്പോൾ അവിടെ നിന്ന് ഉറങ്ങുമോ? നമ്മ എന്താ ചെയ്യും? ഇപ്പോഴത്തേക്ക് അപ്പോഴത്തെ കാറ്റപ്പെട്ടും മറ്റേ കല്ലും കയറൊക്കെ എടുത്തിട്ട് എന്ത് ചെയ്യും? അവിടെ പിന്നെ ഇങ്ങനെയിരിക്കും. വർക്കൊക്കെ വരികയാണെങ്കിലും നോക്കി കടലാപ്പി കടിച്ചിട്ട് എവിടെ വന്നിരുന്നു നോക്കിക്കൊണ്ടിരിക്കും.
എന്ന് ഇദ്ദേഹം എന്ത് ചെയ്തു? പറയും. ഒന്ന് വിഷയം കണ്ട കവിയൊന്നും കാണത്തില്ലായിരിക്കാം. എന്തായാലും സംഗതി വിഷയം പറ്റി എന്തായി? സൂര്യൻ അസ്തമിക്കുമ്പോൾ അബ്രഹാമിന്റെ ഒരു ഗാഠനിദ്ര. അബ്രഹാമായില്ല കേട്ടോ, അബ്രഹാമേ ആയുള്ളൂ. അബ്രഹാമിന് പിന്നെ ഉറക്കമൊന്നുമില്ല. അബ്രഹാമിന് പിന്നെ സ്വന്തം സഹോദരൻ കത്തിന് പ്രശ്നത്തിലായെന്ന് കണ്ടപ്പോഴത്തേക്ക് അന്തം വിട്ട് ഓടി. എത്ര കിലോമീറ്റർ ഓടി എന്നറിയോ? ടു കീപ് ദം ഔട്ട്. വായിച്ചാട്ട് പിന്നെ. Then the Lord said unto them, know for certain that your descendants will be strangers in a country not their own, and they will be enslaved and mistreated 400 years. നോക്കിയേ, നമ്മൾ വിചാരിച്ച അബ്രഹാം അങ്ങോട്ട് ഓടി ചെന്ന് ഞോണ്ടി ഇങ്ങോട്ട് നോക്കിക്കണ്ടോ? ഇവിടെ ഈ അണ്ണന്മാർ ഇവിടം വരെ വന്ന് ബഹളം ഉണ്ടാക്കി ലോകത്തിനെ പറപ്പിച്ച് ഇവിടം വരെ വന്നപ്പോഴത്തേക്ക് അബ്രഹാം ഇതുവഴി ഓടി ഇവന്മാരെ പറപ്പിച്ച് അവിടം വരെ കൊണ്ടുവന്നു. ഹോൾ ഏരിയ സൗദി അറേബ്യ മുഴുവൻ കിടന്ന് ഓടി. സൗദി അറേബ്യയുടെ ഇങ്ങേറ്റം പോലെ ഓടി നമ്മുടെ ഏതാണ്ട് ഈ യുഎഇയുടെ ആ ഭാഗത്തൊക്കെ എത്തിയിട്ടുണ്ട്. സോൾട്ട് സീ അതിനപ്പുറത്ത് വന്നിട്ടുണ്ട്. അവിടം വരെയാണ് ഈ പ്രശ്നം ഉണ്ടായത്. ഊരിൽ നിന്ന് വന്നത് അബ്രഹാം വന്ന വഴി പ്രട്ടിച്ചു വിട്ട് വന്ന അമ്മ ഇവരെ വിളിച്ചെന്ന് തുരത്തിക്കളും ഇവിടെ സോൾട്ട് ലേക്കിനകത്തൊക്കെ താഴെ വീണു. ഇറ്റ് ഈസ് നോട്ട് എ സ്മോൾ ഓട്ടോ. സ്തോത്രം ഹല്ലേലൂയ. അപ്പൊ അബ്രഹാം സ്തോത്രം ഹല്ലേലൂയ തന്റെ സഹോദരന്മാരെ രക്ഷിക്കാൻ വേണ്ടി ദേശങ്ങൾ താണ്ടി ഓടി ചെല്ലുവാൻ ഇടയായിത്തീർന്നു. അവർ prayers will save our brothers and children, brethren and children wherever they are. Our prayers will save our family wherever they are. Our prayers will save and protect our parents and children wherever they are. Hallelujah. Hallelujah. Our prayers will protect nations. Amen. അബ്രഹാമേ നിനക്ക് ഗാഠനിദ്ര വരാൻ പാടില്ല. because you are called and separated. Amen. സ്തോത്രം. അദ്ദേഹം കൂട്ടുവായി വിട്ടുകൊണ്ടിരുന്നപ്പോൾ എന്ത് സംഭവിച്ചു? പക്ഷി കഴിഞ്ഞു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ അതിനെക്കാട്ടി വലുത്. പിന്നെ അടുത്ത വെറുതെ ദൈവം വന്നിട്ട് അബ്രഹാം ഇങ്ങനെ പക്ഷി എന്നൊക്കെ പറഞ്ഞിരിക്കുമായിരുന്നു ചിലപ്പോൾ. ആണോ? അങ്ങനെ അവർക്കെന്തൊക്കെ പ്രാർത്ഥിക്കാൻ കൂടി ചെയ്യുമ്പോഴത്തേക്ക് എന്നൊക്കെ പറയുന്നത്. പിന്നെ അവസാനം പതുക്കെ പ്രാർത്ഥിക്കാനാന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ഞങ്ങൾ വീട്ടിലല്ലോ കേട്ടോ. കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ഗോഡ്. അപ്പോൾ അവൻ അബ്രഹാമിനോട് നിന്റെ സന്തതി സ്വന്തമല്ല. ഏത് സമയത്തും പ്രയർ കേട്ടാൽ വിജിലന്റ് ആയിരിക്കും. പ്രയർ കേട്ടാൽ വിജിലന്റ് ആയിക്കോണം. നമുക്ക് വേണ്ടി ആരെങ്കിലും പ്രാർത്ഥിക്കുന്നു കേട്ട് കഴിഞ്ഞാൽ ഞാൻ ഡിക്ഷണറിയിൽ എവിടെയെങ്കിലും ഉൾപ്പെട്ട് കഴിഞ്ഞാൽ കർത്താവെ സഭയ്ക്ക് വേണം ആമേൻ കർത്താവേ, കർത്താവെ കുടുംബം ആമേൻ കർത്താവേ, കർത്താവിന്റെ ദിവസം ആമേൻ കർത്താവേ എന്ന് സ്തോത്രം പറയാൻ എപ്പോഴും ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. സ്തോത്രം. കർത്താവെ ഞാൻ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥന, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥന ആമേൻ പറയുമ്പോൾ കുഞ്ഞുങ്ങളുടെ അനുഗ്രഹം വരും. സ്തോത്രം. കുഞ്ഞുങ്ങളില്ലാത്തവരാണെങ്കിലും ഇപ്പൊ കല്യാണം കഴിക്കാത്തവരാണെങ്കിലും ഒക്കെ സ്വന്തം ചെയ്യും. പിന്നെ കുഞ്ഞുങ്ങളുണ്ടാകുമ്പോൾ God is faithful. Praise God. Hallelujah. ഇവരുടെ വലിയ ഇവർക്ക് വേണ്ടി തന്നെ ഡെപ്പോസിറ്റ് ഇട്ട് കഴിഞ്ഞാൽ അതിലെടുത്തോണ്ടോ വേറെ ഇല്ലെന്ന് പറയുന്ന പോലെ വിവാഹം കഴിക്കാത്തവരാണെങ്കിലും തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ മുട്ട നിൽക്ക് അമ്മയും കർത്താവെ അനുഗ്രഹിക്കണമെന്ന് പറയുമ്പോൾ എന്റെ കുഞ്ഞുങ്ങളുടെ അനുഗ്രഹങ്ങൾ തലമുറയോടും കാണാൻ കർത്താവ്. Hallelujah. Because it is by faith that it is there. അടുത്ത വീണ്ടും ഇനി അപ്പോൾ അവൻ അബ്രഹാമിനോട് നിന്റെ സന്തതി സ്വന്തമല്ലാത്ത ദേശത്ത് 400 സംവത്സരം പ്രവാസികളായിരുന്ന ആ ദേശക്കാരെ സേവിക്കും. അവർ അവരെ പീഡിപ്പിക്കുമെന്ന് നീ അറിഞ്ഞുകൊള്ളുക. എന്നാൽ അവർ സേവിക്കുന്ന ജാതിയെ ഞാൻ വിധിക്കും. അതിന് ശേഷം അവർ വളരെ സമ്പത്തോടുകൂടെ പുറപ്പെടും. അതിന്റെ 16-ാമത്തെ വാക്യം. അവർ വളരെ സമ്പത്തോടെ പുറപ്പെട്ട് ഞാൻ എന്നെ അനുഗ്രഹിക്കും. പക്ഷേ ഈ യാഗത്തിൽ എനിക്ക് അത്ര വലിയ ഇത് തോന്നാഞ്ഞുകൊണ്ട് I will be responding to that. പിന്നെ പറഞ്ഞത് അമോര്യരുടെ ആക്രമണം ഇതുവരെ തികഞ്ഞിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ അവരെ ഇതുവരെ സന്ദർശിക്കാഞ്ഞത്. നമുക്കുള്ള ചില ശത്രുക്കളെ കർത്താവ് ഇല്ലായ്മ ചെയ്യാത്ത എന്താണെന്നറിയാമോ? ദൈവത്തിന് അവരുടെ വിരോധം അങ്ങോട്ട് തികഞ്ഞു വന്നില്ല. പ്രൈസ് ഗോഡ്. അവരുടെ അതിക്രമം തികയുമ്പോൾ ദൈവത്തെ നശിപ്പിക്കാൻ ഇടയായി തീരും. അടുത്തത് 18. സൂര്യൻ അസ്തമിച്ച് ഇരുട്ടായ ശേഷം ഇതാ പുകയുന്ന ഒരു തീച്ചോളാം ആ ഭാഗങ്ങളിൽ ജ്വലിക്കുന്ന ഒരു ബന്ധം കടന്നുപോയി. ആരാധിക്കുന്നതിന്റെ ഇടയ്ക്ക് കവനം ചെയ്യാൻ വേണ്ടി, ആരാധിക്കുന്നതിനെ അനുഗ്രഹിക്കാൻ വേണ്ടി, ആരാധിക്കുന്നവരുടെ സ്തോത്രാമൻ തുറക്കപ്പെട്ട ജീവിതത്തിനകത്തൂടെ കടന്നു പോകാൻ വേണ്ടി കർത്താവ് വരുന്നുണ്ട്. അബ്രഹാം പറഞ്ഞൊരു കവനം ചെയ്യാനൊന്നും പറഞ്ഞില്ല. അബ്രാമിക് കവനന്റ്. ഹല്ലേലൂയ. അബ്രാമിക് കവനന്റ് വാസ് യൂണിലാറ്ററൽ. അബ്രഹാം പറഞ്ഞില്ല വായ തരണേന്ന് പറയുന്നത്. മോസസ് ആസ്ക് ഫോർ ഇറ്റ്, തരണേന്ന് പറഞ്ഞു. ബട്ട് ഇതെന്തായിരുന്നു? ആവശ്യപ്പെട്ടേ യൂണിലാറ്ററലായിട്ട് വന്നിട്ട് എന്ത് ചെയ്തു? അന്ന് യഹോവ അബ്രഹാമിനോട് ഒരു നിയമം ചെയ്തു. നിന്റെ സന്തതിക്ക് ഞാൻ മിസ്രയീം തുടങ്ങി ഫ്രാത്ത് നദിയെ മഹാനദികളുടെ ഈ ദേശത്തെ തന്നിരിക്കുന്നു. തന്നിരിക്കുന്നു എന്ന് അണ്ടർലൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഇന്നത്തെ മെസ്സേജ് ഇവിടെ ഓൾറെഡി ഗിവൺ. ഹല്ലേലൂയ. അബ്രഹാം ഉറങ്ങി, അബ്രഹാം പ്രശ്നം ഉണ്ടാക്കി,
റാഞ്ചം പക്ഷി ഹാസൻ ഓടിച്ചു കളഞ്ഞു. അതെയും റാഞ്ചം പക്ഷി അബ്രഹാമിന് കൊടുത്തത് വേറെ കാര്യം. രണ്ടായാലും എന്ത് സംഭവിക്കാനിടയായി തീർന്നു? ദൈവം വിശ്വസ്തനാണ്, താൻ അവൻ ഉദ്ദേശിച്ച കാര്യം നടത്തുക തന്നെ. വാട്ട് ഈസ് ഇൻ ഹിസ് മൈൻഡ് ഹി വിൽ മേക്ക് ഇറ്റ് കം ടു പാസ്. അവൻ വന്നത് അബ്രഹാമിന്റെ നല്ല യാഗം കണ്ട് സന്തോഷിച്ച് അനുഗ്രഹിക്കാനായിരുന്നു. അന്നേരം നോക്കിയപ്പോഴേ ഞോണ്ടം പക്ഷി എല്ലാം കൂടെ വന്നിരിക്കുന്നത് നോക്കി പണ്ടാ കിടന്ന് ഉറങ്ങിക്കൂടെ ചെയ്തു. നേരത്തെ കൈ കൊടുത്ത് എഴുന്നേപ്പിച്ച് അബ്രഹാമേ വാ, നീ ഞാൻ ഇതിന് നടുക്കൂടെ നടക്കാൻ പോവാന്നാ പറഞ്ഞു. പക്ഷെ പന്തം കടന്നു പോയി. അബ്രഹാം എഴുന്നേറ്റ് കാണും. പക്ഷെ അന്ന് ദൈവം വന്നത് അവൻ സാധിച്ചെടുത്തു, നിനക്ക് തന്നിരിക്കുന്നു. ഈ പറയുന്ന അതിക്രമം തികയാത്ത ചുറ്റിനുമുണ്ട്. ഈ എനിമീസ് എല്ലാം സ്റ്റിൽ സ്റ്റാൻഡിങ്. ദൈവം പറഞ്ഞു ഞാൻ നിനക്കത് തന്നിരിക്കുന്നു. യു ഹാവ് കോൺക്വേർഡ്. കർത്താവിനെ അനുഗ്രഹിക്കുമാർ. കർത്താവിനെ സ്തുതിക്കാം. നീ ഭാരപ്പെടുന്ന പ്രയാസപ്പെടുന്ന വിഷയത്തിന്റെ മേലെ ദൈവത്തിന്റെ ജയം തന്നിരിക്കാൻ കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. കരങ്ങളിൽ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമുക്ക് ക്രിസ്തുവർക്കായി പ്രാർത്ഥിച്ചാട്ടെ.